കുറഞ്ഞ പക്ഷം ലീഗിന് ഗുണമില്ല കോൺഗ്രസിനോടൊപ്പം നിന്ന്. അത് നമുക്ക് വിലയിരുത്താം. ഇതിന്റെ പേരിൽ ഒരുപാട് അനൈക്യവും കോൺഗ്രസിന്റെ സഹകരണമില്ലായ്മയും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അങ്ങനെ സഹകരിച്ചിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട റിസൾട്ട്. ഉദാഹരണമായിട്ട് ഫാസിസം മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയും അവരെ പരിരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ സ്വാഭാവികമായും വളരെ ജാഗ്രത പാലിക്കേണ്ട ചില വിഷയങ്ങളിൽ കോൺഗ്രസ് ഒരു മൃദു സമീപനം സൂക്ഷിക്കുകയും അവിടെ ആഞ്ഞടിക്കുന്ന ശക്തിയായി CPM മാറുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം നമ്മൾ കാണുന്നുണ്ട്. CPM രണ്ട് സ്റ്റാൻഡിലും കളിച്ചു. ഇപ്പൊ നിങ്ങൾ തന്നെ നേരത്തെ ശശികുമാറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചതിനെ സംബന്ധിച്ച് ഭഗവാന്റെ ജയന്തി ആഘോഷിക്കുന്നു ആദരിക്കുന്നു തെറ്റല്ല, പക്ഷെ CPM അത് ചെയ്യും. ഇടതുപക്ഷം കൊണ്ടുവന്ന സമരങ്ങളൊക്കെ തന്നെ ഒരർത്ഥത്തിലെ ഗതി കിട്ടാതെ അലയുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരം ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചത്. ഇതിനകത്ത് തന്നെ കോൺഗ്രസിലെ മറ്റൊരാൾ വേഷപ്രച്ഛന്നായി നിൽക്കുന്നു. ഇതില് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാത്രമേ ഉള്ളൂ പണം കൈപ്പറ്റാത്തതെന്ന് അവര് തന്നെ പറയുന്നത്, കൊണ്ടു കൊടുത്തിട്ട് മേടിക്കാതിരുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് ഇത് ന്യായീകരിക്കേണ്ടി വന്നു എന്നാണ്. കേവലം ഒരു ആരോപണം മാത്രമാണ്. അല്ല, ഞാൻ ഒരു കാര്യം ബാർ മുതലാളിമാര് പറയുന്നു 700 ബാർ മുതലാളിമാര് ബാർ അടക്കാനാണോ കൈക്കൂലി കൊടുക്കുന്നത്? അല്ല, തുറക്കാൻ തന്നെ. തുറന്നിട്ടില്ലല്ലോ. അതൊരു കുട്ടാത്തർക്കമല്ല. തുറന്നിട്ടില്ലല്ലോ. അത് തുറക്കാതിരുന്നതിനും വേറെ ബാക്കിമായ കാരണങ്ങളുണ്ട്. ഉണ്ട്. അപ്പൊ ഇതിൽ ഒരു കാര്യത്തിലും കൂടി മറുപടി പറയേണ്ടതുണ്ട്. അതായത് ഈ ബഡ്ജറ്റ് അവതരണ ദിവസം സഭയിലുണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ ഈ കോടതി വിധി ന്യായീകരണമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് നല്ല വിയോജിപ്പ്. സഭയിലുണ്ടായ പ്രശ്നങ്ങൾ എല്ലാ ജനാധിപത്യ ചൂണ്ടുകളിലായിരുന്നു. അതിൻ്റെതായ കീഴ്വഴക്കങ്ങളുണ്ട്. നമ്മൾ ജനപ്രതിനിധികളാണ്. ആ ഉത്തരവാദിത്വ ബോധം കാണിക്കേണ്ടിയിരുന്നു. അല്ലാതെ അന്ന് അവിടെ ചെയ്ത എല്ലാ പേക്കൂത്തുകൾക്കും ഈ കോടതി വിധി ഒരു ന്യായീകരണമാണ് എന്ന് ആളുകളാണ് കംപ്ലീറ്റ് സംരക്ഷിക്കാൻ നിന്നത്. ഈ കൊടുങ്കളനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തിന്റെ കള്ളനാണോ അല്ലേ എന്ന് പറയാറായില്ലല്ലോ. അത് കോടതി 35,00,000 രൂപ വേണം. 1 രൂപ വാങ്ങി എന്നുള്ള തെളിവുണ്ടെന്ന് പറഞ്ഞു. അല്ല, നിലവിൽ ബാക്കി 50 ലക്ഷത്തിന്റെ കാര്യം നിലവിൽ അങ്ങനെയൊന്നും ഒരു ഫൈൻഡിങ്സും ഇല്ല. നിലവിൽ കൊടുത്തിട്ടുള്ള കേസ് ഡയറി പ്രകാരം ഇത് കേസില്ല. പക്ഷെ ഇതിൽ ചില സംഗതികൾ ഉള്ളതുകൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ തുടരന്വേഷണം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മാണിസാറ് കുറ്റക്കാരനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മാണിസാർ കുറ്റക്കാരനാണ് എന്ന് പറയണോ? അല്ലെങ്കിൽ അഴിമതി നടത്തി 35 ലക്ഷം കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോ മന്ത്രിയുടെ വീട്ടിലേക്ക് പൈസയും കൊണ്ടുപോയി. അതിലെവിടെ ഒരു ട്രയൽ നടന്നു? അവിടെ നടന്നല്ലോ. ഡ്രൈവർ അമ്പിളി എന്നില്ലേ, ആ ഡ്രൈവറെ വെച്ചിട്ട് അയാള് തന്നെ വ്യത്യസ്തമായ മൊഴികൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, ജഡ്ജി ചോദിച്ചല്ലോ. അത് പറയട്ടെ, അതില് തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞതിലുള്ള കടപ്പാടുക്കപ്പുറത്ത് മാണിസാറിനെ സംരക്ഷിക്കേണ്ട കാര്യം ഈ കുറച്ച് കുഴപ്പമില്ലാതെ ഭരിച്ചു പോകുന്നത് നിങ്ങൾക്ക് എന്താ അതിന്റെ കാര്യം? അല്ല, ഇതൊരു UDF സംവിധാനമാണ്. ഈ UDF സംവിധാനം നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാക്കി? അല്ല, അതൊക്കെ ഞാൻ വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം. അതൊരു ഓപ്പൺ ഡിബേറ്റിൽ പറയേണ്ടതല്ല. അല്ല, അത് ഇന്ന് ചർച്ച ചെയ്തതിലുണ്ടാവും എന്നും വിചാരിക്കുന്നു. അതൊരു പാർട്ടിക്കകത്ത് പല ചർച്ചകളും ഉണ്ടാവും. ഒരു കാര്യം ഇതിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടതുണ്ട്. നിയമം നടത്തി എന്നാണല്ലോ. കേരളത്തിന്റെ നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ജനാധിപത്യ മര്യാദകൾ ഇത്രമേൽ ലംഘിക്കപ്പെട്ട ഒരു സ്ഥിതി ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്ക് 2 ഓപ്ഷൻ. അന്ന് പ്രതിപക്ഷം പറഞ്ഞത് ബഡ്ജറ്റ് അവതരിപ്പിക്കരുത് എന്നല്ല, സർക്കാർ ബജറ്റ് അവതരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരോപിതനായി ബജറ്റ് അവതരിപ്പിക്കരുത്. മുഖ്യമന്ത്രിക്ക് ബജറ്റ് അവതരിപ്പിക്കാം മാണിക്ക് വേണ്ടി. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കെ 2 ഓപ്ഷൻ സർക്കാരിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഒന്ന്, ജനാധിപത്യ മര്യാദകൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു വഴി. രണ്ടാമത്തേത് ജനാധിപത്യ ബജറ്റ് മറ്റൊരു വഴി. രണ്ടാമത്തെ വഴി യഥാർത്ഥത്തിൽ സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ജനാധിപത്യ മര്യാദ മാന്യന്മാരോടാണല്ലോ മാന്യത. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമൊതിയിട്ട് കാര്യമില്ല എന്ന് സാധാരണ നാട്ടിൽ ചൊല്ലുണ്ടല്ലോ. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച ഒരു സർക്കാരിനോട് ജനാധിപത്യ മര്യാദയനുസരിച്ച് പ്രതികരിക്കാൻ നിന്നാൽ കാണാണ് ശാശ്വത് എന്തെന്ന് പറയാൻ കഴിയില്ല. ഞങ്ങൾ ശരിയാണെന്ന് തോന്നില്ലേ? അതെങ്ങനെ ശരിയാണെന്ന് വരുന്നു? അതിനൊരിക്കലും നമുക്ക് ഇതിന്റെ പേരിൽ ന്യായിക്കാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, അന്ന്
ഭക്ഷണം കൊണ്ടുവരാൻ ഒരു ഭക്ഷണ പദാർത്ഥവും കൊണ്ടുവരാൻ വേണ്ടി സഭക്കകത്തേക്ക് എനിക്കൊന്ന് കൊണ്ടുവരാൻ വേണ്ടി ലഡു അല്ല കൊണ്ടുവരാൻ വേണ്ടി പാടില്ല. അതവര് കൊണ്ടുവന്നു. അവരിന് ശേഷം മോശമായിട്ടുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ചു. ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത് ധനകാര്യമന്ത്രിയാണ്. ധനകാര്യമന്ത്രിയെ സംബന്ധിച്ച് ഇപ്പൊ ഇന്നലെയും ഇതിനിടയിൽ ഉണ്ടായെന്ന് പറഞ്ഞ കോടതി വിധി പോലും അന്ന് വന്നിട്ടില്ല. അന്ന് നിങ്ങൾ പറയുന്ന ആരോപണങ്ങൾ മാത്രമാണ്. അപ്പൊ ബഡ്ജറ്റ് മാണി അവതരിപ്പിക്കേണ്ട, മുഖ്യമന്ത്രി അവതരിപ്പിച്ചോട്ടെ എന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് മര്യാദ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അന്ന് മറ്റത് മര്യാദ മാണിക്കെതിരെ ഒരു തെളിവോ ഒരു കോടതി വിധിയോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് മാണി അത് അവതരിപ്പിക്കേണ്ട? ഇനി അവതരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ചെയ്യാവുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഡയസിന്റെ മേലെ കയറുക, സ്പീക്കറുടെ കസാല ഇളക്കിയെടുക്കുക, പുറത്തെറിയ, ഈ അതുപോലെ ഉള്ള ആഭാസങ്ങളല്ലല്ലോ അതിൽ കാണിക്കേണ്ടത്. അല്ല, അതിന് നമ്മുടെ വിഷയത്തെ വ്യതിചരിക്കാൻ പോവുകയാണ്. ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഈ കുന്തമൂലം മാത്രമായി ഷംസുദ്ദീൻ എന്തും പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന്റെ വ്യക്തിപരവും അദ്ദേഹത്തിന്റെ ഒരു കക്ഷിയോടുള്ള അദ്ദേഹത്തിന്റെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. എന്തായാലും 700 ബാറുണ്ട്. ഈ ബാറുകാരെല്ലാം പറയുന്നു ഞങ്ങള് 2 ലക്ഷം മുതൽ 8 ലക്ഷം വരെ കൊടുത്തിട്ടുണ്ടെന്ന്. ഈ പണം എവിടെ പോയി എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. ഇതിൽ എക്സൈസ് മിനിസ്റ്റർ കെ ബാബുവിന്റെ റോൾ എന്താണ് എന്നൊരു അന്വേഷണം നിങ്ങൾ നടത്തുന്നുണ്ടോ? മാണിക്കെതിരായിട്ടാണ് ആക്ഷേപം ഇതിനകം ഉന്നയിക്കപ്പെട്ട് അത് തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതിൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള എയിമോ അജണ്ടയോ ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ഹിഡൻ ഉദ്ദേശമോ ഇല്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണത്. ആർക്കെതിരെയാണോ ആർക്കെതിരെയാണോ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോയി നമ്മളുടെ സമരത്തിന്റെ ക്രെഡിബിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുകയല്ല വേണ്ടത്. ആദ്യം കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നത് മാണിക്കെതിരായിട്ടാണ്. ഇതിൽ മാണി ഒന്നാം പ്രതിയാണ്, മുഖ്യപ്രതിയാണ്, ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ. അദ്ദേഹം പല തവണ ബജറ്റ് അവതരിപ്പിച്ച ഘട്ടങ്ങളിലും ഇതുപോലെ പലതിനും അദ്ദേഹം ആദ്യം നികുതി കൂട്ടും, പിന്നീട് നികുതി കുറക്കാൻ ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ കാണാറുണ്ട് എന്ന് പലരും ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. അത്തരമൊരു സാഹചര്യത്തിൽ മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് അധാർമികമാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ വാദം. ആ വാദം ഭരണപക്ഷത്തിന് അംഗീകരിക്കാമായിരുന്നു. മാണി ബജറ്റ് അവതരിപ്പിച്ചില്ല എന്ന് കരുതി സർക്കാർ വീഴുകയോ സർക്കാരിന് എന്തെങ്കിലും പറ്റുകയോ ചെയ്യില്ല. ആകാശം ഇടിഞ്ഞു വീഴാത്ത, ഭൂമി പിളരാത്ത, എന്തിന് ഒരു ചെറിയ കാറ്റ് പോലും അടിക്കാത്ത ഒരു തീരുമാനം മുഖ്യമന്ത്രിക്ക് എടുക്കാമായിരുന്നു. പലപ്പോഴും മുഖ്യമന്ത്രി അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സ്ഥലവും നിലപാടുമാണ് സ്വീകരിച്ചത്. ഏറ്റവും അവസാനം വന്ന കോടതി വിധിയെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അല്ലാതെ പത്രക്കാർ ചോദിച്ചു ഞാൻ ഒരു കാര്യം പത്രക്കാർ ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾ അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയുമോ എന്ന്. അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, എനിക്കതിനുള്ള അർഹതയില്ല എന്നാണ്. അല്ല, ഞാൻ വേറൊന്നുകൂടി ഒറ്റ കാര്യം ഞാൻ, അതായത് അതിനു മുമ്പ് ഒരു പാർട്ടി പ്ലീനം നടന്നു. ആ പാർട്ടി പ്ലീനത്തില് UDF നിന്ന് കൊണ്ടുവന്നത് ക്ഷണിച്ചു കൊണ്ടുവന്നത് KM മാണി സാറിനെയാണ്. KM മാണി PC ജോർജ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങള് അന്ന് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി എല്ലാം തീരുമാനം, ഞാനായിരുന്നു ഇടനിലക്കാരൻ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പക്ഷേ KM മാറാത്തതിന്റെ വാഞ്ചിയ ഈ ഇദ്ദേഹത്തിന്റെ നേരെ മാത്രം ഈ കുന്തമന തിരിയും. ഒരിക്കലുമല്ല. അന്ന് പ്ലീനത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിനെതിരായി ഉയർന്നിരുന്നില്ല. ഇല്ല, മാണിയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ജലീല് തന്നെ ഇവിടെ പറഞ്ഞൊരു സംഗതിയാണ്. ഇതിനു മുമ്പും ചെയ്തിരുന്ന ആളാണ്, കൊള്ളരുതാത്ത ആളാണ്, ചെയ്തിരുന്ന ആളാണെതിരെ ബാർക്കോഴ മാത്രമേ വരാത്തുള്ളൂ. ആ മാണിയെ പ്ലീനത്തിലേക്ക് കൊണ്ടുപോകാം. ആ മാണിയെ മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ മാണിയെ മന്ത്രിയോ ഉപമുഖ്യമന്ത്രിയാക്കി ഭരണം തകർക്കാം ശ്രമിച്ചിട്ടുണ്ട്. PC ജോർജ് വെളിപ്പെടുത്തില്ല. PC ജോർജിനെ ഇപ്പൊ ഭീഷണിപ്പെടുത്തിയതാ മിണ്ടരുതെന്ന്, കാരണം അയാൾക്ക് അവിടെ ഒരു ബർത്ത് വേണം. അല്ല, ഞാൻ പറയട്ടെ, ഈ KM മാണിയെ പ്ലീനത്തിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ അദ്ദേഹം കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കുറ്റാരോപിതനല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരാക്ഷേപവും ഉന്നയിക്കപ്പെട്ടിട്ടില്ല.
ഒരുപാട് ബഡ്ജറ്റ് ജലീൽ പറഞ്ഞു. അതെ, ശരി, ഞാനത് പറഞ്ഞു. അത് അല്ലല്ല, അത് എപ്പോഴാണ് ഉയർന്നു വന്നത്? ഈ മാറുന്ന പശ്ചാത്തലം മുൻപും ഇങ്ങനെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടാകും എന്നുള്ള രീതിയിൽ വലിയ ആക്ഷേപം ഉയർന്നു വരികയും അതിനെ ശരിവെക്കുന്ന ചില കമന്റുകൾ ചില ബേക്കറി ഉടമകളായാലും അല്ലെങ്കിൽ മറ്റു പല ആളുകളായാലും ഉണ്ടാവുകയും ചെയ്തു. ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും അച്യുതാനന്ദൻ സഖാവ് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അസംബ്ലിയിൽ നമ്മൾ രണ്ടുപേരും ഇരുന്ന് കേട്ടിട്ടുണ്ട്. അല്ലല്ല, ഇതിനെതിരെ ഈ ആർക്കോഴ ആരോപണം വരുന്നത് വരെ അതുമായി ബന്ധപ്പെട്ട ആക്ഷേപം എന്നുള്ള നിലക്കാണ് ബജറ്റ് വിറ്റ് കാശാക്കുന്നയാളാണ് മാണി എന്നുള്ള ആരോപണം ഇടതുപക്ഷം ഉയർത്തുന്നത്. 2013 ഇതുവരെ അത്തരം ഒരു ആരോപണം ഇടതുപക്ഷമോ VS-ഓ ഉയർത്തിയിട്ടില്ല. അത് ശരിയാണോ? ഇപ്പൊ ഞാൻ പറയട്ടെ, എക്സൈസ് മിനിസ്റ്റർക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ ഞാൻ ഉദാഹരണം സംസാരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകത, നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ബാധ്യതയില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. അങ്ങനെയല്ല, കൊടുത്തവരാണല്ലോ പറയേണ്ടത്. അല്ലാതെ പ്രതിപക്ഷം കൊടുത്തു, പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും MLA-മാര് അല്ലെങ്കിൽ നേതാക്കന്മാര് കൊടുക്കുന്നതിൽ മാത്രമേ ബിജു രമേശ് സാക്ഷിയായിട്ടുള്ളൂ. അല്ലാതെ അത് വെളിയിൽ അല്ല, അതൊക്കെ വെളിയിൽ വരും, അതൊക്കെ വെളിയിൽ വരും, വഴിയെ എല്ലാം വെളിയിൽ വരും. മാണി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് നാളെ. അഴിമതിയുടെ കാര്യം ഇങ്ങനെ വല്ലാതെ പറയുന്നല്ലോ. കഴിഞ്ഞ ഭരണത്തിന്റെ അഴിമതിയുടെ കഥകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കല്ലേ? ചക്കിട്ടപ്പാറയും ഈ സർക്കാരാണല്ലോ ഇപ്പൊ അന്വേഷിക്കുന്നത്. അന്വേഷിക്കട്ടെ. ഏളമരം കരീം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിജിലൻസ് കേസിലെ പരാമർശം എന്തായിരുന്നു? അദ്ദേഹത്തിനെതിരെ ഈ സർക്കാരിന്റെ വിജിലൻസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? എളമരം കരീം പണം വാങ്ങി എന്നുള്ളതിന് ഒരു തെളിവുമില്ല എന്നല്ലേ പറഞ്ഞത്? കൊടുത്തു എന്നുള്ളതിന് അതിനും തെളിവുണ്ട്. ഇവിടെ അതിനെ വാങ്ങിയതിന് മാണി ചോദിച്ചു എന്നുള്ളതിന് ഇതേ പരാമർശം ഒരിക്കലല്ല. മാണി പണം ചോദിച്ചു എന്നുള്ളതിന് എവിടെ തെളിവ്? അല്ല, ഇവരുടെ സർക്കാരല്ലേ എളമരം കരീമിനെതിരായിട്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാർക്കോ മന്ത്രിമാർക്കോ എതിരായിട്ടോ വല്ല ആക്ഷേപവും ഉണ്ടെങ്കിൽ ഇവരവരെ കയ്യാമം വെച്ച് കൊണ്ടുപോകട്ടെ. എത്ര കേസ് നിലവിലുണ്ട്? CPM നേതാക്കന്മാരെ കേസുകൾ നിലവിലുണ്ട്. ഞാൻ ഉയർന്ന തലത്തിലൊരു കോംപ്രമൈസ് ഉണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ രാഷ്ട്രീയ മര്യാദകൾ, ഈ കോംപ്രമൈസുകൾ, ഒത്തുതീർപ്പുകൾ, ഇത് ഭയങ്കര അപകടമാണ്. കഴിഞ്ഞ തവണ അങ്ങനെ ഒരു ശ്രീമതിയുടെ മകനും കോടിയേരിയുടെ മകനും അതുപോലെ തന്നെ MA ബേബി സാറിന്റെ പോലും എല്ലാവരും തമ്മിൽ ഒരു പുത്ര ബന്ധമുണ്ടായിരുന്നു. അത് ബിസിനസ് മാഗ്നറ്റുകളൊക്കെ ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളൊക്കെ ഇപ്പോ പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അല്ല മുസ്ലിം രവി പിള്ളയുടെ പിന്നെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടാവാം. ഇപ്പോ പിന്നെ യൂസുഫ് അലിയുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടാവാം. വളരെ സാധാരണക്കാരായ വിഷയമല്ലേ? ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കള് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ഈ പറയുന്ന വൻ വ്യവസായ റാക്കറ്റുകളുടെ അങ്ങനല്ല മുസ്ലിം റാക്കറ്റുകളുമായി ബന്ധമുണ്ടായാൽ വളരെ എന്താ ശംസോ പറഞ്ഞത്? ഇടതുപക്ഷ നേതാക്കന്മാരുടെ മക്കളൊക്കെ പിന്നെ തെണ്ടി ജീവിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, അവരുടെ ക്വാളിഫിക്കേഷൻ യോഗ്യത അനുസരിച്ച് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. എന്തെന്നറിയോ? പിന്നെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ പോകും. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ എത്ര മക്കള് ഗൾഫ് നാടുകളിൽ പിന്നെ വലിയ ബിസിനസ് നടത്തുന്നുണ്ട്? അവർക്ക് എവിടുന്നാണ് ഇതിന്റെ പണം? ഇതൊക്കെ നമുക്ക് ചോദിച്ചൂടെ? ഇവരൊരാളുടെ കീഴിൽ ജോലിയില്ലേ ചെയ്യുന്നുള്ളൂ? ഇവരുടെ നേതാക്കന്മാർ ചെയ്യുന്നത് പോലെ വലിയ വലിയ ബിസിനസ് അവർക്കാദ്യം ബിസിനസ്സും ഇല്ല. രവി പിള്ളയെ പോലെ ബുദ്ധിമാനായ ഒരു ബിസിനസ് മാഗ്നറ്റ് കേരള സംസ്ഥാനത്തെ വളരെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പുത്രന് വെറുതെ ഒരു ജോലി കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ എത്ര ആളുകൾക്ക് ജോലി കൊടുക്കും? അതൊക്കെ ഏത് ജോലിയാണെന്ന് ഓർക്കാം. അതൊക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെ പറയണമെന്നല്ല. രവി പിള്ളയുടെയും ഗൾഫാർ മുഹമ്മദിന്റെയും അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കൾക്ക് ബന്ധമുണ്ട് എന്ന് തന്നെ പറയണം. മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരുടെയും ബിസിനസ് എന്ന് പറയുന്നത് ഗൾഫ് നാടുകളിലാണ്. നമ്മളത് വ്യക്തമാക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഈ ചുറ്റുവട്ടത്തിരുന്ന് നോക്കിയാൽ കാണുന്ന ആളുകളുമായിട്ടുള്ള വലിയ ബിസിനസ് ഡീലിംഗ്
ഇവരുടെയൊക്കെ മക്കൾ 22ഉം 25ഉം വയസ്സായിട്ടുള്ള പയ്യന്മാര് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ആസ്തി എങ്ങനെ ഇതൊക്കെ അവർക്കൊക്കെ ഫാമിലി ബിസിനസ് ഉള്ളവരുണ്ടാവാം. ലീഗ് നേതാക്കന്മാരൊക്കെ സാധാരണ പറയൽ എന്താന്ന് വെച്ചാൽ ഇവരൊക്കെ ജനിച്ചു വീണത് കോടീശ്വരന്മാരായി. അങ്ങനെ എല്ലാവരും ലീഗിലെല്ലാവരും ഉണ്ട്. ലീഗിൽ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. ഈ വിള്ളല് നിങ്ങൾ പരസ്പരമുള്ള ഞങ്ങളെ പോലെ പാവപ്പെട്ടവരുണ്ട്, ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞ KT ജലീൽ അഴിമതിക്കാരനാണെന്ന് ആരും പറയില്ല, ലോകത്താരും പറയില്ല. നിങ്ങളെ കുറിച്ച് അഴിമതിക്കാരനാണെന്ന് ആരും പറയില്ല. അപ്പോ ഇവിടെ അതല്ലാതെ നിങ്ങളൊന്നും അറിയാത്ത ഒരു സമാന്തര ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ചില പ്രപിതാക്കളുണ്ട്. ആ ഭാഗത്തേക്കാണ് ഈ ഹൈന്ദവ ഫാസിസം കയറി വരുന്നത് എന്ന ജാഗ്രത ഇരു കൂട്ടരും കാണിച്ചാൽ കൊള്ളാം. അഴിമതിക്കാരൊക്കെ പുറത്തു പോരുന്ന കർക്കശമായിട്ടുള്ള ഒരു നിലപാട് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഉണ്ടാവണം. ഒരു കാരണവശാലും അഴിമതിയോട് പാടില്ല.